ഹായ്. നമ്മളുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ നമ്മളടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. സുരക്ഷയ്ക്ക് വേണ്ടത്രയധികം പ്രാധാന്യം നൽകാത്ത കമ്പനികളെ കുറിച്ചിട്ടുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, നമ്മളുടെ സബ്ജക്റ്റും ഇന്ന് അതിനെക്കുറിച്ചിട്ട് തന്നെയാണ്. അപ്പം സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണോടെ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. ശരിയാണ്, അതായത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതും എന്നാൽ നമ്മളിൽ പല ആളുകളും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിഷയമാണ് സേഫ്റ്റി. അതെ, ചില കമ്പനികൾ അവരുടെ ലാഭത്തെക്കുറിച്ചിട്ടും ഉൽപാദനക്ഷമതയെക്കുറിച്ചിട്ടും എല്ലാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ സേഫ്റ്റി ഒരു അധിക ബാധ്യതയായി കാണുന്ന പ്രവണത ചിലയിടത്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. സംഭവം ശരിയാണ്. സത്യത്തിൽ ഇവർ ചിന്തിക്കുന്നത് ഇതൊക്കെ എന്തിനാണ്, ഇത്രയധികം പണം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ടോ, നമുക്ക് വേഗത്തിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണ്ടേ എന്ന ഒരു ചിന്താരീതി ചിലപ്പോൾ മിക്ക ആളുകളിലും നമുക്ക് കണ്ടുവരാറുണ്ട്. എന്നാൽ ഇത് തികച്ചും തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് എന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. നമ്മൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, അതായത് സേഫ്റ്റി എന്ന് പറയുന്നത് വെറും ഒരു ചെലവല്ല, അതൊരു നിക്ഷേപമാണ്. നമ്മുടെ തൊഴിലാളികളിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ഭാവിയുടെ സുരക്ഷിതത്വത്തിൽ ചെയ്യുന്ന ഒരു നിക്ഷേപം എന്ന് നമുക്ക് പറയാം. ഒരു ജീവനക്കാരന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുന്നത്, അവരുടെ കുടുംബം, സഹപ്രവർത്തകര്, പിന്നെ അതുപോലെ തന്നെ സ്ഥാപനം, എല്ലാവർക്കും അതിൻ്റെ വേദനയും നഷ്ടവും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു ജീവനക്കാരന് ഗുരുതരമായ പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ നിർഭാഗ്യവശാല് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം സാമ്പത്തികം മാത്രമല്ല, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു പ്രസ്തുത ജീവനക്കാരൻ്റെ വൈദഗ്ധ്യം നമുക്ക് നഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരിൽ ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാവും. സ്ഥാപനത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളും പിഴകളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കുറയും. കാരണം ജീവനക്കാർ ഭയന്ന് ജോലി ചെയ്യുമ്പോൾ അവരുടെ കഴിവ് അവർക്ക് പുറത്തെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിലെ ഈ സേഫ്റ്റി സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെറും ഒരു നിയമം അനുസരിക്കൽ മാത്രമല്ല, അത് നമ്മുടെ ജീവനക്കാരോടുള്ള ഒരു പ്രതിബദ്ധതയാണ്, മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം കൂടിയാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ജീവനക്കാരനും ഉണ്ടല്ലോ, വൈകുന്നേരം സുരക്ഷിതമായി വീട്ടിൽ തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തിരിച്ചെത്തണം എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം, ഒരു കമ്പനി സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ജീവനക്കാർക്ക് അവരുടെ ജോലിസ്ഥലം സുരക്ഷിതമാണെന്ന് തോന്നുകയും ചെയ്യും, അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? രണ്ടാമത്തെ കാര്യം, അവർ കൂടുതൽ ശ്രദ്ധയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കാൻ തുടങ്ങും. സത്യമാണോ? മൂന്നാമത്തെ കാര്യം, അപകടങ്ങൾ, ആക്സിഡൻറ്റുകൾ കുറയും. അതുവഴി ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവുകളും അതുപോലെ തന്നെ ലീഗൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ ഒഴിവാക്കാൻ തുടങ്ങും. സത്യമല്ലേ? അടുത്ത പോയിന്റ്, സ്ഥാപനത്തിൻ്റെ സൽപ്പേര് വർദ്ധിക്കും. ഇത് പുതിയ ജീവനക്കാരെ ആകർഷിക്കുകയും ചെയ്യും. നിലവിലുള്ളവരെ അവിടെ നമുക്ക് നിലനിർത്താനും സഹായിക്കും. സത്യമല്ലേ? അതുപോലെ തന്നെ നെക്സ്റ്റ്, മെച്ചപ്പെട്ട പ്രവർത്തന സാഹചര്യങ്ങൾ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സേഫ്റ്റി ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ വർക്കേഴ്സിന് കൊടുക്കുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള PPEs കാര്യങ്ങളൊക്കെ നമ്മൾ എൻഷുർ ചെയ്യുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നതൊക്കെ ഒരു അധിക ബാധ്യതയായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. ഇത് നമ്മുടെ എല്ലാം ജീവന്റെയും ഭാവിയുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനിവാര്യമായിട്ടുള്ള നടപടികളാണ്. എപ്പോഴും നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ എന്ന് കരുതുന്ന ഓരോ നിമിഷവും ഒരു ദുരന്തത്തിലോട്ടുള്ള ഒരു കാൽവെപ്പായി മാറിയെന്നും ചിലപ്പോൾ വരാം. എന്നാൽ ഒരുപക്ഷെ ഇത് സംഭവിച്ചാലോ എന്ന് മുൻകൂട്ടി കണ്ടിട്ട് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു വലിയ വിപത്തിനെയാണ് ഒഴിവാക്കുന്നത്. അത് എപ്പോഴും നമ്മൾ ആലോചിച്ചോണം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യം മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒരു സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തർക്കും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവനക്കാരുടെ സുരക്ഷയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ
നമ്മൾ നൽകുന്ന ഓരോ സുരക്ഷാ നിർദ്ദേശവും അവരുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് അപകടങ്ങളൊക്കെ ഒഴിവാക്കി സുരക്ഷിതമായ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.